ഓളിയാ ലവ്ലി സെറ്റായി. ഇവിടുത്തെ ആംബുലൻസോടൊക്കെ സെറ്റായി പോണ്. അതല്ല, മെയിൻ്റെനൻസ് കുറച്ച് കടുപ്പം തന്നെ കേട്ടാ. അല്ല ഈ ഫുഡ്, കാറ്റ് ഫുഡും സപ്ലിമെന്റ്സും മൾട്ടിവൈറ്റമിൻ എല്ലാം കൂടെ എൻ്റെ നല്ല ചിലവ് തന്നെ. ഓ സെറ്റായി. നാടൻ പൂച്ച തൊട്ടപ്പുറത്തുള്ള തന്നെ. കൊള്ളാമെന്ന് ഒരു മുടുത്താൻ കാള. അരിപ്പോട്ടന്നെ സെറ്റാവും. ഒരുമിച്ചൊക്കെ ഇട്ട് തുടങ്ങി. അതന്നെ എന്താണ് അതെ ഞാൻ വിളിക്കാം. ലവ്ലിയെ കാണില്ല അവിടെ. അതിന് നിങ്ങൾ റൂം തുറന്നിട്ടാ? ഞാൻ തുറന്നിട്ടില്ല. ഇനി വേറെ ആരെങ്കിലും തുറന്നിട്ടോ എനിക്കറിയില്ല. ലവ്ലിയെ കാണാനില്ല. മകളെ നമ്മുടെ ലവ്ലിയെ കാണാനില്ല. എനിക്കറിഞ്ഞൂടാ. റൂം തുറന്നു കിടക്കുന്നു. ലവ്ലിയെ കാണാനില്ലെന്ന്. അത് ഞാൻ ക്ലീൻ ആക്കാൻ വേണ്ടി റൂമിൽ കയറിയായിരുന്നു. നീ എന്തോ തോന്നണ ഇറക്കി? വൃത്തിയാക്കി തീർന്നില്ല, അതുകൊണ്ട് ഞാൻ റൂം അടച്ചില്ല. പൂച്ച ഇറങ്ങി പോയതാണ്ടാ? അയ്യോ, അപ്പുറത്തെ നാടൻ പൂച്ച കൂടെ ഉണ്ടാ? ഇല്ല, അതിനെ കാണുന്നില്ല. അതിനെ കാണില്ലേ? രണ്ടും കൂടെ മുങ്ങിയത് തന്നെ. പെണ്ണ നീ ഇത്തിരി സൂക്ഷിക്കണ്ട. ഇറങ്ങി ഞാൻ അറിഞ്ഞു അത് ഇറങ്ങി പോകുന്നു. ഞാൻ വിചാരിച്ചു അത് ഇണങ്ങി ചേർന്നു വീടുമായിട്ട്. ഇത്ര പെട്ടെന്ന് ഇണങ്ങിയൊന്നുമില്ല. അണ്ണൻ ടെൻഷൻ അടിക്കണ്ട. 2 ലക്ഷം രൂപയാണ് പോയ. ടെൻഷൻ അടിക്കണ്ട പോലും. അണ്ണൻ ടെൻഷൻ അടിക്കാതെ. അല്ലെ GPS ഉള്ള സാധനമല്ലേ, നമുക്ക് കിട്ടും. എവിടെ പോയാലും നമുക്ക് അറിയാൻ പറ്റും. ഓ സമാനപ്പെട്. ഫോൺ. ഹലോ, പൂച്ചയാ? സ്പീക്കർ ഇട്. എടാ പറയടാ പറ. നിങ്ങളുടെ അടുത്തുള്ള പാട്ടുള്ള പൂച്ച ഒരു പേർഷ്യൻ കാറ്റ് കരമന പാലത്തിന്റെ അടുത്ത് വെച്ച് ഞാൻ കണ്ടതാ. എടാ നീ പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി പിടിക്കാത്തത്? ഓടിക്കൊണ്ടിരിക്കല്ലേ, ഞാൻ എങ്ങനെ ഇറങ്ങുന്നേ? ഒരു വെള്ളയും കറുപ്പും കൂടെ ഉള്ളതാണോ? അത് തന്നെ, വെള്ളയും കറുപ്പും. ആണോ? അത് തന്നെ. കള്ള നാടൻ പൂച്ച നമ്മുടെ ലൗലിയും കൊണ്ട് ഒളിച്ചോടി. മക്കളത് എവിടെ എത്തിയെന്ന് പറഞ്ഞത്? അത് കരമന വഴി നെയ്യാറ്റിൻകരയിലോട്ട് പോണം. അങ്ങനെയാണ് ഇപ്പൊ പാപ്പനും കൊടുത്തിക്കാണ് ഇപ്പൊ. അപ്പൊ ഞാൻ നിയമ സ്റ്റേഷനിൽ വിളിച്ച് പറയാം. പെട്ടെന്ന് വിളിച്ചു പറ. വൈകി കഴിഞ്ഞാൽ അതിപ്പോ പ്രാവച്ചമ്പിലെത്തും. അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അതിന് GPS ഒക്കെ ഉള്ള പൂച്ചയാണ്. അത് ഓരോ പോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സാറിന് സാറേ ഞാൻ രാമനുണ്ണിയാണ് സാർ. സാറേ ഒരു മിസ്സിംഗ് കേസ്. പെണ്ണ് അങ്ങനെയല്ല, ഇതൊരു പൂച്ചയാണ്. അല്ല അത് എന്ന് പറഞ്ഞാൽ അത് പേർഷ്യൻ ക്യാറ്റാണ്. അതിന് 1.5 ലക്ഷം രൂപ വിലയുണ്ട്. അതാണ്. ഉണ്ട് സാറേ, സംശയമുണ്ട്. കറുപ്പ് മുള്ളയാണ് അവൻ്റെ കളർ. അല്ല അതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ പൂച്ച. അതാണ് സാറേ. ഇത് ഒന്നും വിചാരിക്കില്ല, അത് പെട്ടെന്ന് കണ്ടുപിടിച്ചേരണേ സാറേ, എത്രയും പെട്ടെന്ന്. വിളിച്ചാൽ സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കിട്ടുമായിരിക്കും അല്ലേ? കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും അത് ഇത്ര ദൂരം പോയത് ഹൈവേ കൂടെ നടന്നു പോയിരിക്കും. ഇത്ര നേരം ഇവിടെ ആരും അറിഞ്ഞില്ലല്ലോ എന്നാണ്. എന്നിട്ട് എവിടെ നോക്കി കഥ അറിഞ്ഞില്ല അച്ഛാ. മണി 2.5 ലക്ഷം രൂപ എല്ലാം കൂടി ഇപ്പൊ പൂച്ചയ്ക്ക്. അതിന്റെ മെയിൻ്റെനൻസ് എല്ലാം കൂടി ചേർന്നിട്ട്. എവിടെ ഒപ്പിച്ചതാ പൈസ? ഞാൻ പലിശക്ക് എടുത്തു. മണി അണ്ണ ഒരു കാര്യം ചെയ്. അയ്യപ്പ സ്വാമിക്ക് ഒരു നേർച്ചയെടു. അയ്യപ്പന്റെ വാഹനമാണല്ലോ പുലിയും പൂച്ചയും ഒരേ വർഗത്തിൽപ്പെട്ട. നമുക്ക് എന്തായാലും നമ്മുടെ പൂച്ചയെ കിട്ടും. ലൗലിയെ കിട്ടും. സാറ് വിളിക്കുന്നു. ഹലോ, സാറേ കിട്ടിയാ? സാറേ നമ്മൾ അങ്ങോട്ട് വരാം. വരാം സാർ. ശരി സാറേ. ഓക്കെ സാറേ, താങ്ക്സ്. രണ്ടിനെ കൂടെ നിയമ സ്റ്റേഷനിൽ വിളിച്ച് ഇറങ്ങിയിട്ടുണ്ട്. രണ്ടെണ്ണത്തിനെ കൂടെ കെട്ടിയടിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരാം. കെട്ടിച്ചിട്ടാ? അങ്ങനല്ല, കല്യാണം കഴിപ്പിച്ചു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എന്റെ അയ്യപ്പൻ പവർഫുൾ ആണ് കേട്ടോ. സ്വാമിയേ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.